അതെ, മുട്ട പൊട്ടിച്ചൊഴിച്ച X2 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്കിലേ പെട്ടെന്ന് തന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ച X2 നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോംബോയാണേ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തക്കോലവും അതുപോലെ പട്ടയും ഗ്രാമ്പൂവും ഏലക്കായും ചേർത്ത് നമുക്കൊന്ന് മൂപ്പിക്കാം. ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ആ പച്ചക്കുത്തിൽ നിന്ന് മാറി വരുന്ന വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു മുളകാണ് ഞാൻ ഇതിൻ്റെ അകത്തോട് ചേർത്തേക്കുന്നത് കേട്ടോ. അത്യാവശ്യം എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സവോള കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സവോളയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മുട്ടയ്ക്കുള്ള ഇതാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പം ഞാനൊരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചുള്ള കറിക്കുള്ള ആവശ്യമായ സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ എന്തേരെയാണോ എടുക്കുന്നത്, എത്ര മുട്ട വെച്ചിട്ടാണോ നിങ്ങൾ ഈ ഒരു X2 ഉണ്ടാക്കാൻ നോക്കുന്നത്, അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. വഴന്ന് വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു പച്ചക്കുത്തലൊന്ന് മാറിയിട്ട് ചെറിയൊരു ബ്രൗൺ നിറം ആയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ആഫ്രിക്കൻ മല്ലിയിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. അപ്പോൾ ഇനി നമുക്കൊരു ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് തിള കയറട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിള കയറിയിട്ടുണ്ട്. ഞാനപ്പം മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവി അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുത്താൽ മതി. അപ്പം തന്നെ ആ ഒരു എഗ്ഗ് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പം അതൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുരുമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തിയാലേ മുന്നോട്ടുള്ള നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളേ. ഇപ്പം നമ്മുടെ ഏകദേശം ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കറി കുറുകാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കറിയുടെ അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.